അമേരിക്കയാണെങ്കിൽ ആക്രമണം അവസാനിപ്പിക്കുന്ന സ്ഥിതിയല്ല ഉള്ളത്. ഇറാനാണെങ്കിൽ സമവായത്തിന്റെ വഴി സ്വീകരിക്കുന്നുമില്ല. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായതിന്റെ 12 നാളുകളാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. അതിനിടയിൽ വളരെ തന്ത്രപ്രധാനമായ ഒരു കാര്യം മിഡിൽ ഈസ്റ്റിൽ നടന്നിരിക്കുകയാണ്. സൗദി അറേബ്യയുമായി ചരിത്രപരമായ ആണവ കരാറിൽ അമേരിക്ക ഒപ്പുവെച്ചു. കരാർ സൗദി അറേബ്യയ്ക്ക് ഭാവിയിൽ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി ലഭിക്കുന്നതിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ ഊർജ്ജ വകുപ്പാണ് കരാർ ഒപ്പിട്ട വിവരം ഇന്നലെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സമാധാനപരമായ ആണവ സഹകരണ കരാറെന്നാണ് ഇതിനെ അമേരിക്കയും സൗദിയും വിശദീകരിക്കുന്നത്. അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി പ്രിൻസ് അബ്ദുൽ അസീസ് ബിൻ സൽമാനുമാണ് കരാറുകളിൽ ഒപ്പുവെച്ചത്. അമേരിക്കൻ ഊർജ്ജ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതനുസരിച്ച് സമാധാനപരമായ ആണവ സഹകരണ കരാറിലും ഉഭയകക്ഷി സുരക്ഷാ ഉറപ്പ് കരാറിലുമാണ് ഒപ്പുവെച്ചതെന്നും അമേരിക്കൻ ഊർജ്ജ വകുപ്പ് വിശദീകരിക്കുന്നുണ്ട്. ഈ സഹകരണം അമേരിക്കൻ ആണവ സാങ്കേതിക വിദ്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കയിൽ ഉയർന്ന വേതനമുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഊർജ്ജ വകുപ്പും വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഊർജ്ജ ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും കരാറിനെക്കുറിച്ച് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ കരാറുകൾ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇത് അമേരിക്കയിൽ കൂടുതൽ സാമ്പത്തിക സമൃദ്ധി സൃഷ്ടിക്കുന്നതിനും വിദേശത്തുള്ള നമ്മുടെ സഖ്യരാജ്യങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്നും ക്രിസ് റൈറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്: ഈ കരാറുകൾ ആണവ സുരക്ഷയുടെയും ആണവായുധ വ്യാപന നിരോധനത്തിന്റെയും ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതാണെന്ന് ഉറപ്പു നൽകുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ആണവ സാങ്കേതിക വിദ്യയും ശാസ്ത്രജ്ഞരും വികസിപ്പിച്ച അമേരിക്കൻ സാങ്കേതിക വിദ്യയാണ് ഇതിന് അടിസ്ഥാനമാകുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ആണവ മേഖലയുടെ പുനരുജ്ജീവനം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും ജനങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. എന്താണ് കരാറിന്റെ പ്രാധാന്യം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഈ കരാർ സൗദി അറേബ്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നതാണ് അമേരിക്കൻ ഊർജ്ജ വകുപ്പിന്റെ വിശദീകരണം. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതോടെ ഇനി US കോൺഗ്രസിന്റെ അംഗീകാരത്തിനായി ഇത് സമർപ്പിക്കും. കരാറിന്റെ മേൽനോട്ടം എങ്ങനെയാകണമെന്ന കാര്യത്തിൽ ആശങ്കയുള്ളതിനാൽ US കോൺഗ്രസിൽ നിന്ന് എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദിയുടെ ആണവ വികസന പദ്ധതിയിൽ പ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന അമേരിക്കൻ ആണവ റിയാക്ടർ നിർമ്മാണ കമ്പനിയായ വെസ്റ്റിംഗ് ഹൌസ് ഇലക്ട്രിക് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സൗദി അറേബ്യയുമായി സിവിലിയൻ ആണവ സഹകരണ കരാർ ആരംഭിക്കാനുള്ള അമേരിക്കൻ സർക്കാരിന്റെ പ്രഖ്യാപനം ചരിത്രപരമായ ഒരു ചുവടുവയ്പ്പാണ്. ഇത് ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുകയും അമേരിക്കൻ വ്യവസായത്തിനും തൊഴിലാളികൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. കൂടാതെ ഇരു രാജ്യങ്ങൾക്കും ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്കും നിക്ഷേപ നേട്ടങ്ങൾക്കും ഇത് വഴിയൊരുക്കും. ഇത്രയൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇറാനുമായുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക സൗദിയുമായി ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.